Hello students, welcome back to my channel. In today's class, we will be discussing Class 10 NCERT Outcomes of Democracy, Part 4, Dignity and Freedom of Citizens. This is our final part. So moving on to the chapter. Democracy stands much superior to any form of government in promoting dignity and freedom of an individual. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്വാതന്ത്ര്യവും നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ്. വേറെയുള്ള ഡിക്റ്റേറ്റർഷിപ്പ്, മൊണാർക്കി പോലത്തെ റൂൾസൊന്നും അതിൽ ഒരിക്കലും സുപ്പീരിയർ അല്ല. ഓരോ ഇൻഡിവിജ്വലിനും അവരവൻ്റെ കാര്യങ്ങളും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. ഇനി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കേസസിൽ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെമോക്രസിയിലെ ഒരു ചീത്തയായ രീതിയിൽ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. ദ പാഷൻ ഫോർ റെസ്പെക്റ്റ് ആൻഡ് ഫ്രീഡം ആർ ദ ബേസിസ് ഓഫ് ഡെമോക്രസി. അപ്പോൾ ഡെമോക്രസീസിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റും ഫ്രീഡവും ആണ്. ഓരോ ഗ്രൂപ്പ്സിനെയും റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കുക. ഡെമോക്രസീസ് ത്രൂഔട്ട് ദ വേൾഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ദിസ്, അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ലോകത്തിലുള്ള ഡെമോക്രസി ഇതെങ്കിലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഹാസ് ബീൻ അച്ചീവ്ഡ് ഇൻ വേരിയസ് ഡിഗ്രീസ് ഇൻ വേരിയസ് ഡെമോക്രസീസ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപാട് വേരിയസ് ഡിഗ്രീസിൽ ഒരുപാട് ഡെമോക്രസീസിൽ ഇത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആയിരുന്നു. ഫോർ സൊസൈറ്റീസ് വിച്ച് ഹാവ് been built for long on the basis of subordination and domination, it is not simple matter to recognize that all citizens are equal. അല്ലേ, ചില സൊസൈറ്റീസിൽ എന്ത് ചെയ്യും, ഒരു സബോർഡിനേഷൻ, അതായത് ഒരു റെസസീവ് ആയിട്ടുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള സൊസൈറ്റിയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ എല്ലാ ഇൻഡിവിജ്വലും ഈക്വൽ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവരെപ്പോഴും ഒരു ഡോമിനേറ്റിംഗ് സബോർഡിനേറ്റിംഗ് എന്ന രീതിയിൽ ആയിരിക്കും സിറ്റിസൻസിനെ ട്രീറ്റ് ചെയ്യാം. ടേക്ക് ദ കേസ് ഓഫ് ഡിഗ്നിറ്റി ഓഫ് വുമൻ. അപ്പോൾ വുമൻ്റെ ഡിഗ്നിറ്റി നോക്കാൻ തന്നെ മനസ്സിലാകും. ഓൾമോസ്റ്റ് എല്ലാ സൊസൈറ്റീസിലും എന്താണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്, മെയിൽ ആയിട്ടുള്ള സൊസൈറ്റീസാണ്. അത് പട്രിയാർക്കിയാണ് എപ്പോഴും ഡോമിനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ലോങ് സ്ട്രഗിൾസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഇങ്ങനത്തെ ഒരു വുമൻ എംപവർമെൻറ്റ് വേണം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവസാനം എന്തായി, സ്ത്രീകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ഒരു താഴെയുള്ള കാർട്ടൂണിൽ നിങ്ങൾക്ക് മനസ്സിലാവും, റോസാപ്പാക്കിനെ പറ്റി നിങ്ങൾ മുന്നേ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. റോസാപ്പാക്ക് എന്ത് ചെയ്തു, അവരൊരു ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു അമേരിക്കൻ ആക്ടിവിസ്റ്റാണ് അവർ ഇങ്ങനെ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊരു ഇംഗ്ലീഷ്മാനെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു, റിഫ്യൂസ് ചെയ്തു. അപ്പോൾ ദിസ് ലേഡി ദാറ്റ്സ് മൈ സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാർട്ടൂണായിട്ട് ഇത് ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വുമൻ ആർ ആക്ച്വലി ഓൾവേസ് ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്, ബട്ട് once the principle is recognized, it becomes easier for women to wage a struggle against what is now unacceptable legally and morally അല്ലേ. അപ്പോൾ ഇനി വുമന് എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം എന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലീഗലി ആണെങ്കിലും മോറലി ആണെങ്കിലും വുമനെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഐ എം ആങ്ഷ്യസ് അബൌട്ട് മൈ ബോർഡ് എക്സാംസ് ബട്ട് ഡെമോക്രസീസ് ഹാസ് സോ മെനി എക്സാംസ് ആൻഡ് മില്യൻസ് ഓഫ് എക്സാമിനേഴ്സ് അല്ലേ. അതായത് ഇങ്ങനെ ഈ ഒരു കുട്ടി പറയുന്നത് അവൾ ഇങ്ങനെ ബോർഡ് എക്സാംസിനെ കുറിച്ച് ഭയങ്കര ആങ്ഷ്യസ്, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഡെമോക്രസീസ് അപ്പോൾ എത്രങ്ങാനും എക്സാംസ് ഉണ്ട്, എത്രങ്ങാനും ഇലക്ഷൻസ് ഉണ്ട്, അതുപോലെ എത്രങ്ങാനും എക്സാമിനേഴ്സ് ഉണ്ട്. എക്സാമിനേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രങ്ങാനും ഇലക്ടേഴ്സ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ സിറ്റിസൻസ് ഉണ്ട്. In a non-democratic setup, this is unacceptability would not have a legal basis because of the principle of individual freedom and dignity would not have the legal and moral force there. How non-democratic government ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ്, പാട്രിയാർക്കി ഒക്കെ പോലത്തെ മൊണാർക്കിയിലൊക്കെ എന്തില്ല, ഇങ്ങനെ ഒരു പ്രിൻസിപ്പിളില്ല, ഫ്രീഡമും ഡിഗ്നിറ്റിയും വേണം എന്നുള്ളൊരു പ്രിൻസിപ്പിളില്ല, ലീഗലി മോറലി ഒന്നുമില്ല. അപ്പോൾ ദ സെയിം ഈസ് ട്രൂ ഫോർ ദ കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്. ദ ഡെമോക്രസീസ് ഇൻ ഇന്ത്യ ഹാസ് സ്ട്രെങ്തൻഡ് ദ ക്ലെയിംസ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് കാസ്റ്റ് ഫോർ ദ ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഡെമോക്രസീസ് ഒരുപാട് ഇങ്ങനത്തെ ക്ലെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള കാസ്റ്റുകളും ഓരോ ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസും വേണം, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വേണം, ഇങ്ങനത്തെ വിഭജിക്കപ്പെട്ട കാസ്റ്റുകൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഡെമോക്രസീസിന് ഒരു ക്ലെയിമൊക്കെ പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ ആർ ഇൻസ്റ്റൻസ് സ്റ്റിൽ ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റീസ് ആൻഡ് അട്രോസിറ്റീസ് അല്ലേ. എന്നിട്ട് പോലും ഇപ്പോഴും ഒരുപാട് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസും അട്രോസിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ പെർഹാപ്സ് ഇറ്റ് ഈസ് ദ റെക്കഗ്നൈസേഷൻ ദാറ്റ് മേക്ക് ഓർഡിനറി സിറ്റിസൻസ് വാല്യൂ ദെയർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അപ്പോൾ മോസ്റ്റ്ലി സിറ്റിസൻസിന് എന്ത് ചെയ്യണം, അവരുടെ വാല്യൂ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് റൈറ്റ് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് കം ഡെമോക്രസി നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എല്ലാം നല്ല പോലെ വരണമെന്ന്. So what is the most distinctive about democracy is that examination never gets over. As a democracy passes one test, it produces another test.
സോ ഇതൊരിക്കലും പറയാൻ പറ്റില്ല ഡെമോക്രസീസ് എപ്പോഴും ഒരു നല്ല ടെസ്റ്റ് ഇതായിട്ട് അതിനകത്ത് ഫുള്ളി ക്വാളിഫൈഡ് ആണെന്ന്. സോ വി ക്യാൻ ഹാവ് ദ നെക്സ്റ്റ് അനദർ ടെസ്റ്റ്. അതായത് അടുത്തൊരു ഇലക്ഷനാണ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് പീപ്പിൾ ഗെറ്റ് സം ബെനിഫിറ്റ് ഓഫ് ഡെമോക്രസി, ദേ ആസ്ക് ഫോർ മോർ ആൻഡ് വോണ്ട് ടു മേക്ക് ഡെമോക്രസി ഈവൻ ബെറ്റർ. അപ്പോൾ ഡെമോക്രസിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതൊക്കെ പീപ്പിൾ സജസ്റ്റ് ചെയ്യും. That is why we ask people about they will come up with more expectations for many complaints. The fact that the people are complaining is itself a testimony to success of literacy. അത് പീപ്പിൾ ഡെമോക്രസിയുടെ സക്സസ് ടെസ്റ്റിമോണി ആയിട്ട് ഇതാക്കുമ്പോൾ പീപ്പിൾ എന്ത് ഷോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പീപ്പിൾ ആർ ഡെവലപ്ഡ് അവയർനെസ് ആൻഡ് എബിലിറ്റി ടു എക്സ്പെക്റ്റ് ആൻഡ് ടു ലുക്ക് ക്രിറ്റിക്കലി അറ്റ് പവർ ഹോൾഡേഴ്സ് ആൻഡ് ഹൈ ആൻഡ് മൈറ്റി. അപ്പോൾ പവർ ഹോൾഡേഴ്സിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ പീപ്പിളിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പബ്ലിക് എക്സ്പ്രഷനും ഡിസാറ്റിസ്ഫാക്ഷനും ഒന്നും കാര്യങ്ങളൊക്കെ ഷോ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മോസ്റ്റ് ഇൻഡിവിജ്വൽസ് ടുഡേ ബിലീവ് ദാറ്റ് ദെയർ വോട്ട് മേക്സ് എ ഡിഫറൻസ് ടു ദ വേ ദ ഗവൺമെൻറ് ഈസ് റൺ ആൻഡ് ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരൊറ്റ വോട്ടിന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഗവൺമെൻറ്റിനെ റൺ ചെയ്യുന്നത് വരെ മാറ്റിയെടുക്കാം എന്നുള്ളതും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിൽ മാറ്റിയെടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഡെമോക്രസിയുടെ മെയിൻ ആയിട്ടുള്ളൊരു പോസിറ്റീവായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ഹൗ ഡസ് ഡെമോക്രസി പ്രൊഡ്യൂസ് ആൻ അക്കൗണ്ടബിൾ റെസ്പോൺസീവ് ആൻഡ് ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്? അപ്പോൾ അക്കൗണ്ടബിൾ ഇൻ ദ കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൗ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ബിക്കം അക്കൗണ്ടബിൾ ഇൻ ദ സെൻസ് ദാറ്റ് ദ പീപ്പിൾ ക്യാൻ ഇലക്ട് ദെയർ ഓൺ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ ഇലക്ഷൻ വഴി നമുക്ക് ഒരുപാട് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് ഇലക്റ്റഡ് പീപ്പിൾ ആർ ഇൻ ഗുഡ് ഫോർ മേക്കിംഗ് ഡിസിഷൻ. അല്ലേ, ഈ ഒരു ആൾക്കാരാണ് ഡിസിഷൻ ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള റെസ്റ്റ് ഡിസിഷൻ ആർ മെയ്ഡ് ബൈ ദം. സോ ദാറ്റ്സ് ഓൾ. സോ ഹൗ the democratic government produce responsively. Okay, so how they are responsible? So elections give responsible for the election of the representative leaders. So they are necessary for the formation of the public opinion. അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി എന്ന് പറയുന്നത് ഹൗ എ ഗവൺമെൻറ് ഈസ് ലെജിറ്റിമേറ്റ്. സോ പീപ്പിൾ ക്യാൻ മേക്ക് ദെയർ ഓൺ ഇറ്റ്സ് ഡെമോക്രസി ഇറ്റ്സ് പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്. They can make their own decisions. So a government can be legitimate. That's all. What are the conditions in which a democracy accommodates social diversities? അപ്പോൾ ഏതൊക്കെ കണ്ടീഷനിലാണ് ഡെമോക്രസീസ് സോഷ്യൽ ഡൈവേഴ്സിറ്റീസ് ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? സോ ദർ ആർ മെനി സോഷ്യൽ ഡൈവേഴ്സിറ്റീസ്. ദറ്റ് ഈസ് ദ റൂൾ ഓഫ് മെജോറിറ്റി ആൻഡ് റൂൾ ഓഫ് മൈനോറിറ്റി. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഷുഡ് ബി ഓൾവേസ് കീപ്പ് ഇൻ വിത്ത് ദി മൈനോറിറ്റി ഫോർ ദ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അതാണ്. So give arguments to support or oppose the following assertions. Industrialized countries can afford democracy, but the poor need dictatorship to become rich. So this is a false statement that in case of India and Zimbabwe, India in 1947 it was one of the third in the world nations, while comparing to that of Zimbabwe was a fairly prosperous nation, and with the progress of Robert Mugabe rule, they are in under of an international debt. അതായത് സിംബാബ്വെ ഒരു ഇൻ്റർനാഷണൽ ഡെപ്റ്റിൽ തന്നെ കുടുങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെൻറ്റൻസുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്താൽ ഒപ്പോസ് ചെയ്യാം. സോ ഡെമോക്രസീസ് ക്യാൻ റെഡ്യൂസ് ഇനീക്വാലിറ്റി ഓഫ് ഔട്ട്കംസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിറ്റീസൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റീസൻസിലുള്ള ഇനീക്വാലിറ്റീസ് ഓഫ് ഔട്ട്കംസ് ഡെമോക്രസീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫോൾസാണ്. മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റാൻ പറ്റും. അല്ലേ, ഇനി നമുക്ക് ഗവൺമെൻറ് ഇൻ പുവർ കൺട്രീസ് ഷുഡ് ഹാവ് സ്പെൻഡ് ലെസ് ഓൺ പോവർട്ടി റിഡക്ഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്പെൻഡ് മോർ ഓൺ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഗവൺമെൻറ് ഈസ് മെയിൻലി ഫോക്കസിങ് ഓൺ ദ പോവർട്ടി റിഡക്ഷൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ കോമൺ പീപ്പിൾ. ഇനി നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദാറ്റ് in democracy all the citizens have one vote, which means that there is an absence of any domination and conflict. This is false statement. Everyone has one vote, all are having one vote, but there is a presence of domination and conflicts. So democracies will manage to reduce the conflicts and domination in the society. That's all.
Then fourth question is that identify the challenges to the democracy in the following descriptions. Also suggest a policy or institutional mechanism to deepen the democracy in the given situation. First one is that following a high court directive, a temple in Orissa that has separate entry doors for Dalits and non-Dalits allowed entry for all the same door അല്ലേ. അവസാനം എന്ത് ചെയ്തു, ഹൈക്കോർട്ട് തീരുമാനിച്ചു ദലിറ്റ്സിനെ ബാക്കിലേക്കുള്ള, സോ ദലിറ്റ്സിന് വേറൊരു ഡോറും അതുപോലെ തന്നെ നോൺ ദലിറ്റ്സിന് വേറെ ഡോറും ആയിട്ട് ഉള്ള ഒരു പോളിസി വന്നപ്പോൾ ഹൈക്കോർട്ട് എന്ത് ചെയ്തു, അത് റിജക്റ്റ് ചെയ്തു. കാരണം എന്താ, എല്ലാവരും ഒരു ഡെമോക്രസീസിൽ ഈക്വലാണ്. ദർ ഈസ് നോ ഡോമിനൻറ്റ്, നോ ഡെസിസീവ് ഇൻ എ ഡെമോക്രസിക് പീപ്പിൾ. ഓക്കെ, so next question is that a large number of farmers are committing suicide in different states of India. How a democracies can follow up this അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരുപാട് ഫാമേഴ്സ് ഇന്ത്യയിൽ പല ഭാഗത്ത് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെമോക്രസീസിന് എങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റുക? ഡെമോക്രസീസ് എന്ത് ചെയ്യണം, ഒരുപാട് കൺസെഷൻ കൊടുക്കണം. അതായത് ഒരുപാട് സബ്സിഡീസും കാര്യങ്ങളൊക്കെ ഫാമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സൂയിസൈഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് അല്ലേ. So the next is that following allegation of killing 3 civilians in the Gandwara in a fake encounter by Jammu and Kashmir police, and enquiry has been ordered. അപ്പോൾ പോലീസിന് എന്താണ്, അവരുടേതായിട്ടുള്ള റൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് എന്ത് ചെയ്യുക, പീപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. So in the fifth question, 5th to 7th MCQs, first one is that which of the following ideas is correct? Democracies has successfully eliminated. അപ്പോൾ ഡെമോക്രസീസ് എന്തൊക്കെയാണ് സക്സസ്ഫുള്ളി എലിമിനേറ്റ് ചെയ്തത്? ഒന്ന് കോൺഫ്ലിക്റ്റ് എമംഗ് ദ പീപ്പിൾ, രണ്ടാമത്തെ പറയുമ്പോൾ എക്കണോമിക് ഇനീക്വാലിറ്റീസ്, മൂന്നാമത്തെ പറയുമ്പോൾ ഡിഫറൻസ് ഒപ്പീനിയൻ അബൌട്ട് ഹൗ മാർജിനലൈസ്ഡ് സെക്ഷൻസ്, അതിന് മൂന്നാമത്തെ പറയുമ്പോൾ സോ ദ ആൻസർ ഈസ് ഡി, ദ ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ ഡെമോക്രസിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റി, ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഒരു ഈക്വൽ റൈറ്റ് കൊടുത്തിട്ട് എവറി വൺ ഹാസ് എ റൈറ്റ് ടു വോട്ട് ആൻഡ് എലക്ട് ദെയർ ഓൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഫോർ ദ ഗവൺമെൻറ് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ഈസ് ദാറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അസസിങ് ഡെമോക്രസി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഡെമോക്രസീൻ്റെ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? ഡെമോക്രസീസ് നീഡ് ടു എൻഷുർ എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. ഒരു ഫ്രീയും ഫെയർ ഇലക്ഷൻസും ഡെമോക്രസി എൻഷുർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഡിഗ്നിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, മൂന്നാമത്തത് മെജോറിറ്റി റൂള്, നാലാമത്തെന്ന് പറയുമ്പോൾ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ബിഫോർ ദ ലോ. സോ മെജോറിറ്റി റൂളാണ് ഡെമോക്രസിക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക അല്ലേ. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ടുള്ള പീപ്പിളിൽ ആണ് എന്ത് ചെയ്യുക, അടുത്ത ഫോം ഓഫ് ഗവൺമെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക അല്ലേ. ഇനി 7th question is that studies on political and social inequalities in democracy shows that. അപ്പോൾ സോഷ്യൽ ഇനീക്വാലിറ്റീസും സ്റ്റഡീസൊക്കെ ഡെമോക്രസീസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒന്നാമത്തെ പറയുമ്പോൾ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോ ടുഗെദർ. ഡെമോക്രസി ഡെവലപ്മെൻറ്റ് ഒരുപാട് പോകും. രണ്ടാമത്തെ പറയുമ്പോൾ ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റ് ഇൻ ഡെമോക്രസീസ്, ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇനീക്വാലിറ്റീസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ അണ്ടർ ഡിക്റ്റേറ്റർഷിപ്പ്, ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഇസ് മച്ച് ബെറ്റർ ദാൻ ഡെമോക്രസി. അപ്പോൾ ഇതൊക്കെയാണ് ഇനീക്വാലിറ്റീസിനെയും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാലിറ്റീസിനെ പറ്റി നോക്കുമ്പോൾ ഡെമോക്രസി എന്താണ് പറയുന്നത്. ഡെമോക്രസി പറയുന്നത് ഇത് ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റ് ഇൻ ഡെമോക്രസീസിലെ, ഡെമോക്രസീസിലാണ് കൂടുതൽ ഇനീക്വാലിറ്റീസും കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇപ്പം ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യും.